അലർട്ട് യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അലർട്ടിന്റെ പ്രശ്നമല്ല, മണ്ണ് കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണ് മാറ്റാത്തതല്ലേ പ്രശ്നം. ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇതിന്റെ SBBയും അതോടൊപ്പം തന്നെ കോൺട്രാക്ടറും അല്ലാതെ ഒരു ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ ഇതിനൊരു കോർഡിനേഷൻ നടത്താനുള്ള സംവിധാനം ഇപ്പോൾ നിലവിലില്ല. അതാണ് ഇതിന് പറ്റിയൊരു അപകടം. ഗവൺമെന്റുമായി നേരിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് ഇതൊരു കോർഡിനേഷൻ നടത്താനുള്ള ഒരു സംവിധാനം ഇപ്പോൾ നിലവിലില്ല. അതിനൊരു സംവിധാനം ഇല്ലാതെ മുന്നോട്ട് പോയി ഇനി ഇത്തരത്തിലുള്ള അപകടങ്ങൾ ആവർത്തിക്കും. മാത്രം കാരണം ചില ഇവർ ചെയ്യുന്ന പ്രിക്കോഷൻസ് ഒക്കെ നമുക്കൂടെ ബോധ്യപ്പെടും. ജില്ലാ അവിടെ മണ്ണ് ഒന്നായിട്ട് കൂട്ടിയിട്ടുണ്ട്. കൊങ്കനാണ്. നമുക്ക് നമ്മുടെ എഞ്ചിനീയറിംഗിൽ യാതൊരു മേൽനോട്ടം കൺട്രോൾ ചെയ്തില്ല. ഇവിടെ ഒരു നോക്കുകുത്തിയായിരുന്നു. വീടപിടിക്ക് യാതൊരു പാർട്ടും അതിൽ കിട്ടിയിട്ടില്ല. ആ മണ്ണ് അവിടെ നിൽക്കുന്നത് വളരെ അപകടം ചെയ്യുമെന്നൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ആ മണ്ണ് ഈ ഒരു സമയത്ത് അവർക്ക് എടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അവർക്ക് എന്താ വെച്ചാൽ ആ മണ്ണ് അവർക്ക് തന്നെ യൂസ് ചെയ്യണം എന്നുള്ള നിലക്കാണ് അവർ അതിൽ നിന്നത്. അതില് അഗ്രിമെന്റ് ഞങ്ങൾക്ക് അതിനകത്ത് കിഫ്ബിയുടെ ഫണ്ടിൽ അവിടെ ചെയ്യുന്നതാണ്. ഞങ്ങൾ എഞ്ചിനീയേഴ്സിനെല്ലാം മേൽനോട്ടം മണ്ണ് കൂട്ടിയിട്ട് പോയിരുന്നു മഴക്കാലത്തിന് മുമ്പ് തന്നെ. അതുകൊണ്ട് ഇനി ആ മണ്ണ് എടുപ്പിക്കാൻ നിന്നിരുന്നെങ്കിൽ ആ എടുപ്പിക്കുന്ന പണിക്കാരും കൂടെ അതിൻ്റെ ഉള്ളിൽ പെട്ടേനെ. അതുകൊണ്ട് ഞങ്ങൾ സിഐയുടെ ഓഫീസേഴ്സും എൻവയോൺമെന്റൽ ഓഫീസേഴ്സും ആയിട്ടാണ് പോയത്. വലിയ ടീമാണ് പോയത്. അപ്പോൾ സിഐയുടെ എഞ്ചിനീയേഴ്സും പറഞ്ഞത് ഇപ്പം ഇനി ആ മണ്ണ് തൊടണ്ട, പകരം അവിടെ ഏരിയ എന്നുള്ള ആൾക്കാരും അതിന്റെ താഴ്ഭാഗത്ത് മീനാക്ഷി പുഴയുടെ അടുത്തുനിന്നുള്ള വീട്ടുകാരെയും കൂടെ ആവശ്യമുണ്ടെങ്കിൽ മാറ്റിപ്പാർപ്പിക്കണം, ചെലവ് കൊങ്കൻ എടുപ്പിക്കണമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ വ്യക്തമായ നിർദ്ദേശം കൊടുത്തു. എല്ലാ മേൽനോട്ടും കൊങ്കനാണ്. അല്ല, നമ്മളല്ല പീഡബ്ല്യൂഡിയുടെ മേൽക്ക് ചാരണ്ട. നിങ്ങൾ കുത്തി ചോദിക്കണ ഇപ്പൊ അതാണല്ലോ. അല്ല, മറ്റൊരു കാര്യം കൂടി പറയാം. ഇന്നൊരു മന്ത്രി പറഞ്ഞിട്ട് പറഞ്ഞത് എന്താ, പൊതുമരാമത്ത് വകുപ്പിന് ഞങ്ങൾക്ക് ഇതുമായി ഒന്നും ഉത്തരവാദിത്തമില്ല, ഇത് കിഫ്ബിയുടെ കീഴിൽ കൊങ്കൺ റെയിൽവേ നടത്തുന്ന പദ്ധതിയാണ്, ശുദ്ധമായ കള്ളത്തരമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. കേരളത്തിന്റെ പൊതുമരാമത്ത് വകുപ്പിന് ഈ പദ്ധതിയുടെ തുടക്കം തൊടൽ തന്നെ ഉത്തരവാദിത്തമുണ്ട്. കാരണം കഴിഞ്ഞ സർക്കാരിന്റെ പൊതുമരാമത്ത് വകുപ്പ് അവരുടെ നേട്ടമായി അവതരിപ്പിച്ച പദ്ധതിയല്ലേ. അങ്ങനെ ഒരു സർക്കാർ മാറുമ്പോഴേക്കും ഉത്തരവാദിത്തം ഇല്ലാതാവുക. ഇനി നിലവിൽ പദ്ധതി പൂർണ്ണമായും 25 മിനിറ്റ്സ് ആണ്. നിലവിൽ പദ്ധതി പൂർണ്ണമായും പൊതുമരാമത്ത് വകുപ്പ് കോഴിക്കോട് ഡിവിഷനാണ് മേൽനോട്ടം വഹിക്കുന്നത്. വയനാട് ജില്ലയിലെ മേപ്പാടി ഭാഗത്തുള്ള നിലവിൽ നിരന്തരം പദ്ധതി മോണിറ്റർ ചെയ്യാൻ ജില്ലാ തദ്ദേശ ഭരണകൂടവുമായി നിരന്തരം ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനും വേണ്ടി പൊതുമരാമത്ത് കൽപ്പറ്റ റോഡ് സബ് ഡിവിഷനെ ചുമതലപ്പെടുത്താൻ വേണ്ട നടപടികൾ കൈക്കൊള്ളാനും തീരുമാനിച്ചു. അപ്പോൾ പൊതുമരാമത്ത് വകുപ്പിന് ഉത്തരവാദിത്തമില്ലെങ്കിൽ ഇങ്ങനെ സർക്കാർ മിനിറ്റ്സിൽ വരുമോ? പിന്നെ എന്തുകൊണ്ടാണ് PK ബഷീർ MLA ഇതിന് പൊതുമരാമത്ത് വകുപ്പിന് യാതൊരു വിധത്തിലുള്ള ഉത്തരവാദിത്വവും ഇല്ല എന്ന് പറഞ്ഞ് കൈകഴുകുന്നത്? അത് നേരത്തെ അജിംസ് സൂചിപ്പിച്ചതാണ് പ്രശ്നം. ഈ പദ്ധതിയോട് UDF താല്പര്യമുണ്ടായിരുന്നില്ല. LDF സർക്കാർ അവരുടെ സ്വപ്ന പദ്ധതിയായി കൊണ്ടുവന്ന പദ്ധതിയാണ്. അതുകൊണ്ട് ഇതിൽ നിന്ന് കൈ കഴുകാനുള്ള എളുപ്പ ശ്രമങ്ങളാണ് നടക്കുന്നത്. ഇപ്പോൾ ഭരിക്കുന്ന സർക്കാരിന് ഇപ്പോൾ നടക്കുന്ന സംസ്ഥാനത്ത് എടുക്കേണ്ട മുൻകരുതലുകളെയും ജാഗ്രതാ പ്രവർത്തനങ്ങളെയും കുറിച്ചുള്ള ഉത്തരവാദിത്തമുണ്ട്. അത് മനുഷ്യനിർമ്മിതമായ അപകടമാണ് എന്ന് ഒരു മന്ത്രി വിളിച്ചു പറഞ്ഞാൽ ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് തീരുന്നില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് സർക്കാർ 20 ഉത്തരവ് പുറത്തുവിട്ടപ്പോൾ ഈ മിനിറ്റ്സ് മാറ്റിവെച്ചത്? ഈ മിനിറ്റ്സിലാണ് കൃത്യമായി കാര്യങ്ങളുള്ളത്. ഈ പറയുന്ന പോലെ ആദ്യം ഇട്ട ഉത്തരവ് പോലെ മണ്ണ് ലോറിക്ക് വന്നിട്ട് ഹിറ്റാച്ചി ഉപയോഗിച്ച് മാന്തിയെടുത്തോ JCB ഉപയോഗിച്ച് മാന്തിയെടുത്തോണ്ടൊന്നും പോകാം, ടിപ്പർ ലോറിയിൽ അടിച്ച് കളയാൻ പറ്റില്ലെന്നും അവിടെ മണ്ണളക്കിയാൽ പ്രശ്നമാണ് എന്നത് 25-ന് ചേർന്ന യോഗത്തിന്റെ മിനിറ്റ്സ് വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് സർക്കാരിന് ഇപ്പോൾ ഭരിക്കുന്നവർക്ക് ഉത്തരവാദിത്തമില്ല എന്ന നിലപാടൊന്നും ശരിയല്ല. പക്ഷേ ഒരു കാര്യം പറയേണ്ടതുണ്ട്. ഇന്ന് അപകടം നടന്ന സ്ഥലത്ത് തുരങ്കം തുരക്കുന്ന പണി തുടങ്ങിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ആ തുരങ്ക കവാടത്തിലേക്ക് എത്താനുള്ള ഭാഗത്തെ മണ്ണ് നീക്കുന്ന പ്രവൃത്തിയാണ് അവിടെ നടക്കുന്നത്. പാറ പൊട്ടിക്കുന്നിടത്തേക്ക് പോയിട്ടില്ല. അത് ഇവിടെ താഴ്ഭാഗത്താണ് നടക്കുന്നത്. ബ്ലാസ്റ്റിംഗ് ഇവിടെയല്ല നടക്കുന്നത്. അത് ഈ ആനക്കാമ്പൊയിൽ ഭാഗത്താണ് ബ്ലാസ്റ്റിംഗ് നടത്തിക്കൊണ്ട് മുന്നോട്ട് പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റിംഗിന്റേതാണ് ഈ പ്രകമ്പനം എന്ന നിലയ്ക്ക് ഇതിനെ അവതരിപ്പിക്കാനും കഴിയില്ല. യഥാർത്ഥത്തിൽ ഈ അവിടുന്ന് നീക്കം ചെയ്ത മണ്ണിനെ അവിടുന്ന് യഥാസമയം നീക്കുകയും വരാൻ പോകുന്ന കാലവർഷത്തെ അല്ലെങ്കിൽ ഇപ്പോൾ വന്നിരിക്കുന്ന മഴയുടെ തോതും മറ്റും കണക്കാക്കിക്കൊണ്ട് എടുക്കേണ്ട മുൻകരുതൽ എടുക്കുന്നതിൽ പരാജയം ഉണ്ടായിട്ടുണ്ട്. അത് സമ്മതിച്ചുകൊണ്ട് അതിനെ മറികടക്കാനുള്ള പ്രവർത്തനങ്ങളിലേക്ക് പോവുകയാണ് സർക്കാർ സംവിധാനങ്ങൾ ചെയ്യേണ്ടത്. 20-ാം തീയതി ഒരു ഉത്തരവ് ഇറക്കിയാൽ ആ ഉത്തരവ് നടപ്പാക്കേണ്ട ചുമതലയാണ് ദുരന്ത നിവാരണ അതോറിറ്റിക്കുള്ളത്. കാരണം അതിനുള്ള പവറുണ്ട്. അതിന് പവർ നിയമപരമായുള്ള സ്ഥാപനമാണ് ദുരന്ത നിവാരണ സംവിധാനം എന്ന് പറയുന്നത്. അപ്പോൾ ആ പവർ പ്രയോഗിക്കാതെ ഞങ്ങൾ കരാർ കമ്പനിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കൈകെട്ടി മാറി നിൽക്കാൻ കഴിയില്ല എന്നതാണ് വസ്തുത.